ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നിനുമല്ല, ലോൺ അടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. പിന്നെ മോളും ഉണ്ട് കേട്ടോ കൂടെ. സുട്ടു സ്കൂളിൽ പോയതാണ്. പിന്നെ കാക്കുവിന് വണ്ടി കുറച്ച് പണിയും കാര്യമൊക്കെ ഉണ്ടാകുന്നു, വർഷാപ്പൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ആരുമില്ല. ഇമ്മ ഒരു 2-3 ദിവസത്തിന് വിരുന്ന് പോയിട്ട് വലിയ ഇത്താൻ്റെ മോനും ഫാമിലി പോലും ദുബായിൽ നിന്ന് വന്നതിന്. അപ്പം അമ്മ അവരെ കാണാൻ വേണ്ടിങ്ങാണ്ട് പോയതാണ്. അപ്പോൾ പിന്നെ ആരുമില്ല, ഞാനും മോളും തന്നെ ഉള്ളതിന്. അപ്പോൾ പിന്നെ ഓൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും മടിയാണ്. അപ്പോൾ ഞാൻ പോയപ്പം ഓളും കൂടെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോണത് മമ്പാട് ബാങ്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സുട്ടുവിന് സ്കൂൾ വിട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ ബാങ്കിൽ പോണത്. അത്യാവശ്യമുള്ള പണികളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത് പിന്നെ ചോറുണ്ടാക്കിന്, കറിയും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില്ല. പിന്നെ നമ്മളെ കാക്കും ഇവിടെ ഇല്ല, വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്കിപ്പം എന്തായാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി. പിന്നെ 2 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് അടക്കും, ഇടപാടും കാര്യമൊന്നും ഉണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാങ്കിലെത്തി കഴിഞ്ഞപ്പോൾ ബാങ്കൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പൈസക്കാരനെ. അപ്പം നമ്മൾ പൈസ കിട്ടാൻ ഒരുപാട് വൈകി, 12 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം എന്ന് പറഞ്ഞത്. 1:30 പൈസക്കാരനെ കാണാമല്ലോ. അപ്പം ഞങ്ങൾ ഇരുന്ന് കുറേ സമയം ഇരുന്നപ്പോൾ കുഴങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന്. പോക്ക് ഒരു താല്പര്യമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പുറത്തേക്കൊന്നും പോയാൽ മൂക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാണ്, എന്തെങ്കിലും വാങ്ങിത്തരാനാലും വേണ്ടാരോ, അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വഭാവമാണ്. ഓക്കൊന്നിനോടൊരു താല്പര്യമില്ല കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചങ്ങാണ്ട് കൊണ്ടുപോയി ഞങ്ങൾക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്ത്. ഒരു കടിയൊന്നും വേണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് അതെന്നെ കുടിച്ചില്ല കേട്ടോ, അതവിടെ ഇട്ടു. ഞാൻ പിന്നെ അധികം ഈ തണുത്ത ജ്യൂസൊന്നും ഓവർ തണുപ്പിക്കാറ്, അപ്പോൾ അതൊന്നും എനിക്ക് തൊണ്ടക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ജ്യൂസൊന്നും കുടിച്ചില്ല. ഞാനൊരു ചൂടിലെ ഒരു ചായയും ഒരു കടിയായിട്ട് എടുത്തത്. ഇവർക്ക് ഒന്നും വേണ്ടായിരുന്നു, ഓളൊന്നും കഴിച്ചതുമില്ല. ജ്യൂസ് കൊടുത്തതിൻ്റെ പകുതി എടുത്തു. അതിന് എനിക്ക് കുടിക്കേണ്ടി വന്നു, കാരണം വെറുതെ നമ്മൾ വാങ്ങിച്ചങ്ങാണ്ട് വേസ്റ്റ് ആക്കണ്ട അത് വിചാരിച്ച് ഞാൻ കുടിച്ചിട്ടോ. അങ്ങനെയൊക്കെ അവിടേക്ക് ഇരുന്ന് പിന്നെ ഞങ്ങൾ ബാങ്കിൽ തന്നെ പോയിരുന്നു. എന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പൈസ എത്തിയത്. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ അടച്ചങ്ങാണ്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഏകദേശം 2:30-3 മണിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ എത്തി കുറച്ച് സമയം ഇരുന്നപ്പോൾ മോനൊന്ന് വിളിച്ചു, അവനോട് സംസാരിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നപ്പോൾ ഉണ്ട് ഉമ്മയും വലിയ ഇത്തിയും മോനും ഒരു ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ദുബായിൽ നിന്ന് വന്ന്. അങ്ങനെ ഓലൊക്കെ വന്ന് ഉമ്മാനെ കൊടുന്നാക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പത്തിന് ഉമ്മാൻ്റെ കണ്ണിലൊരു ഈർക്കിളിയൊക്കെ കുത്തി ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിക്കണം. അപ്പോൾ വന്നവർക്ക് ചായയൊക്കെ കൊടുത്തു. കുറച്ച് സമയം ഒരു സംസാരിച്ചിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ കൊടുത്തു. ഞാൻ കൊണ്ടുവച്ചു അതാജു ഇപ്പൊ പൊളിയാ പൊളി. പുതിയ അന്നെ കുപ്പായിടാതെ. അപ്പോൾ രാവിലെ അമ്മാൻ്റെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് കോല് കുത്തിനപ്പം കുറച്ച് പേച്ചോട്ടല്ലേ കണ്ണിൻ്റെ ഉള്ളിൽ തട്ടീനപ്പം ഉള്ളിൽ തട്ടിയിൽ അതിൻ്റെ അടുത്തൊക്കെയായിട്ട് ചെറിയൊരു മുറിവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കടച്ചിലും വേദനയും വള്ളലിയൊക്കെ ഉണ്ടായിട്ട് അമ്മക്ക്. അപ്പോൾ പിന്നെ മോരപ്പം തന്നെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ച് മോളെയും കൂട്ടിങ്ങാണ്ട് ഓലപ്പം തന്നെ വണ്ടിയിൽ പോയി. ഇങ്ങോട്ടും മോളെയും കൂട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ മോളപ്പം. അങ്ങനെ വന്നമ്മ നിഫുട്ടി കൊടുന്ന സാധനമൊക്കെ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. സ്പ്രേ തുറന്നോ.
തുറന്നാണ് സ്പ്രേ സ്പ്രേ ഉണ്ടല്ലോ നല്ല നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. ഇനി മുട്ടായി മുട്ടായി സുട്ട് മുട്ടായിക്ക പാകെ കാത്തിരിക്കണം. ആ ഒരു പേക്ക് അതിലോട്ടൊക്കെ മാണ്ടപ്പത് ആ എല്ലായിടത്തും കോരിയൊക്കെ ഉണ്ട്. നിങ്ങളെ ബേക്കില് സോഫയിലാണ്. മുട്ടായി ഞാൻ